ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററാണ് ഇന്ന് +2 ബിസിനസ് സ്റ്റഡീസ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് പബ്ലിക് എക്സാമിന് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ചോദ്യം മുൻപേ കിട്ടിയതുപോലെയാണ്. 3 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതുള്ളൂ. അത് മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഉത്തരം നൽകാൻ വേണ്ടി കഴിയും എന്ന പ്രത്യേകത ഈ അധ്യായത്തിൽ ഉണ്ട്. ഈ ക്ലാസ് വീഡിയോയിലൂടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന അധ്യായത്തിലെ പഠിക്കാനുള്ള മുഴുവൻ ഭാഗവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ശ്രദ്ധിക്കുക. ബിസിനസ് എൻവയോൺമെൻറ്റ്. Business environment is the aggregate of all conditions, events and influences that surround and affect the business. സാധാരണയായി ബിസിനസ്സിൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള എന്നാൽ അതിൻ്റെ നിർവഹണത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങുന്നതിൻ്റെ ആകെത്തുകയാണ് വ്യാപാര പരിതസ്ഥിതി അഥവാ ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദി അഗ്രഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻസ്, ഈവൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദാറ്റ് സറൗണ്ട് ആൻഡ് അഫക്റ്റ് ദി ബിസിനസ്. വ്യാപാരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ചില സംഭവങ്ങളുണ്ട്, അതേപോലെ തന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് മുഴുവനും അതിൻ്റെ മൊത്തത്തിലുള്ള ആ കണ്ടീഷൻസിൻ്റെ ആകെത്തുകയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, വ്യാപാര പരിതസ്ഥിതിയുടെ പ്രാധാന്യം. അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഫസ്റ്റ്, helps a business to identify opportunities. Business environment provides many opportunities to a business firm and get the first mover advantage. വ്യാപാരത്തിൻ്റെ പരിതസ്ഥിതി ഘടകങ്ങൾ ശരിക്കും വ്യാപാരത്തിന് ധാരാളം അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയലും മുമ്പേ ക്കുന്നതിൻ്റെ ഗുണം ലഭിക്കലും, അവസരങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് നേട്ടമാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം. ആ അവസരങ്ങളെ നേട്ടങ്ങളാക്കി മാറ്റുവാൻ അവസരങ്ങൾ വേഗം തിരിച്ചറിയുന്ന സ്ഥാപനങ്ങൾക്ക് സാധ്യമാകും എന്നത് വ്യാപാര പരിതസ്ഥിതിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യമാണ്. Secondly, helps to identify the threats and entry warning signal. Understanding of business environment helps a business firm to identify the threats to business interest at an early stage. മുൻകൂട്ടിയുള്ള അപകട സൂചനകളും ഭീഷണികളും തിരിച്ചറിയൽ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. പരിതസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം മാനേജർമാരെ വിവിധ ഭീഷണികൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. സമയബന്ധിതമായി നടപടികളെടുക്കാൻ
നേരത്തെയുള്ള മുന്നറിയിപ്പ് ബിസിനസ്സിന് സഹായകരമാകുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രാധാന്യം. നെക്സ്റ്റ്, helps in tapping useful resources. Analysis of business environment helps a business firm to know the various resources provided by the business environment and make arrangements for the proper use of the resources for supply of output to the society. ഉപകാരപ്രദമായ വിഭവങ്ങൾ സ്വായത്തമാക്കുക. ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്, വിഭവങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് മനസ്സിലാക്കാനും അവ യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും പരിതസ്ഥിതി ഘടകങ്ങൾ സഹായിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രാധാന്യം. നെക്സ്റ്റ്, ഫോർത്തിലി, helps in planning and policy formulations. ശ്രദ്ധിക്കുക, environmental factors helps in making plans and formulation of policies for the future. പരിതസ്ഥിതി ഘടകങ്ങൾ വ്യാപാര സ്ഥാപനത്തെ അതിൻ്റെ ആസൂത്രണം ചെയ്യുവാനും ഭാവിക്ക് വേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിക്കുവാനും സഹായിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രാധാന്യം. ഭാവിക്ക് വേണ്ടി പല നയങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ രൂപീകരിക്കും. അത്തരം നയങ്ങൾ രൂപീകരിക്കുവാൻ ഈ പരിതസ്ഥിതി ഘടകങ്ങൾ സഹായിക്കുന്നു. അതാണ് നാലാമത്തെ നേട്ടം. അഞ്ചാമതായിട്ട്, ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് പെർഫോമൻസ്. Analysis of business environment helps the business to improve its performance. സാധാരണയായിട്ട് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടി സഹായിക്കുന്നു എന്നതാണ് അടുത്ത പ്രാധാന്യം. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. വ്യാപാര പരിതസ്ഥിതിയെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ സ്ഥാപനത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കും. വ്യാപാര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കും എന്നതാണ് അഞ്ചാമത്തെ പ്രാധാന്യം. നെക്സ്റ്റ്, കൺട്രോൾ ഓൺ എൻവയോൺമെൻറ്റ് ആറാമത്തെ നേട്ടമാണ്. Knowledge of business environment helps a firm to exercise control on the environment itself. സാധാരണയായിട്ട് പരിതസ്ഥിതി ഘടകങ്ങളെ പറ്റിയുള്ള അറിവ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ജ്ഞാനം വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ പരിതസ്ഥിതി ഘടകങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധ്യമാകുന്നു എന്ന നേട്ടമാണ് ആറാമത്തേത്. ലാസ്റ്റ് 7, അവയർനെസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഈസ് എ കീ ടു സക്സസ്. ദി സക്സസ്ഫുൾ മാനേജ്മെന്റ് ഓഫ് എ ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ ദി അവയർനെസ് ഓഫ് ദി എൻവയോൺമെന്റ് വിച്ച് അഫക്റ്റ് ദി ബിസിനസ്. ഏതൊരു വ്യാപാര സ്ഥാപനത്തിൻ്റെയും വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വ്യാപാര പരിതസ്ഥിതിയെ പറ്റിയുള്ള അവബോധമാണ്, അതിൻ്റെ അറിവാണ്. അതായത് വ്യാപാര പരിതസ്ഥിതിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ അറിവ് വ്യാപാര സ്ഥാപനം നേടിയെടുത്ത് കഴിഞ്ഞാൽ ആ അറിവിലൂടെ സ്ഥാപനത്തിന് വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രാധാന്യം. ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ്, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. വ്യാപാര പരിതസ്ഥിതിയുടെ മാനങ്ങൾ അഥവാ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ദർ ആർ ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഫസ്റ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, സാമ്പത്തിക പരിതസ്ഥിതി. എക്കണോമിക് എൻവയോൺമെന്റ് refers to all those forces
which have economic impact on the business enterprise. വ്യാപാര സ്ഥാപനങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന പരിതസ്ഥിതി ഘടകത്തെയാണ് സാമ്പത്തിക പരിതസ്ഥിതി അഥവാ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അത് സ്ഥാപനത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ചില സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ളവ ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻഫ്ലേഷൻ റേറ്റ്സ്, വാല്യൂ ഓഫ് റുപ്പി എക്സെട്ര ആർ കോമ്പണൻസ് ഓഫ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? പലിശ നിരക്ക്, പണപ്പെരുപ്പ നിരക്ക്, രൂപയുടെ മൂല്യം, ഇതൊക്കെയാണ് സാമ്പത്തിക പരിതസ്ഥിതിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നെക്സ്റ്റ്, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. സെക്കൻഡ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, സാമൂഹിക പരിതസ്ഥിതി. സാമൂഹ്യ പരിതസ്ഥിതി സമൂഹത്തിൻ്റെ സ്വഭാവങ്ങൾ വിവരിക്കുന്നു. ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, മൂല്യങ്ങൾ, സാമൂഹ്യ പ്രവണതകൾ, മതം, ജാതി, ബിസിനസ്സിൽ നിന്നുള്ള സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ, ഇതൊക്കെ വ്യാപാരത്തെ സ്വാധീനിക്കുന്ന പരിതസ്ഥിതി ഘടകങ്ങളാണ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് കംപ്രൈസസ് ബിലീഫ്സ്, കസ്റ്റംസ് ആൻഡ് ട്രഡിഷൻസ്, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കൾച്ചർ, സംസ്കാരം, സോഷ്യൽ വാല്യൂസ്, സാമൂഹ്യപരമായിട്ടുള്ള മൂല്യങ്ങൾ, കാസ്റ്റ്, റിലീജിയൻ, ലൈഫ് സ്റ്റൈൽ എക്സെട്ര. ഫോർ എക്സാമ്പിൾ, celebration of festival provides a lot of business opportunities. ഓണം സെലിബ്രേഷന് ധാരാളം വ്യാപാര അവസരങ്ങൾ സംജാതമാകുന്നത് നമ്മളുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസ്മസിനും ബക്രീദിനും ഒക്കെ ഇതൊക്കെ സാധാരണയായിട്ട് ഫെസ്റ്റിവൽ ആണ്. ഇതൊക്കെ വ്യാപാര അവസരങ്ങളെ മെച്ചപ്പെടുത്തുന്നും ഉണ്ട്. സോഷ്യൽ എൻവയോൺമെൻറ്റ് അഫക്റ്റ് ദി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. നെക്സ്റ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, സാങ്കേതിക വിദ്യാപരമായ പരിതസ്ഥിതി അഥവാ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് refers to technological innovations, developments and changes. It includes improvements in production technology. നൂതനവും മെച്ചപ്പെട്ടതുമായ ഉൽപാദന രീതികളും ബിസിനസ് നടത്തിപ്പിനുള്ള സാങ്കേതിക വിദ്യകളും പ്രദാനം ചെയ്യുന്ന ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതികളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെയും വ്യാപാരത്തെ സ്വാധീനിക്കുന്ന പരിതസ്ഥിതി ഘടകങ്ങളാണ്. നെക്സ്റ്റ്, ഫോർത്ത്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, രാഷ്ട്രീയ പരിതസ്ഥിതി. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ പൊതുവായ സുസ്ഥിരത, രാജ്യത്ത് നിലനിൽക്കുന്ന അന്തരീക്ഷം, ബിസിനസ്സിനോടുള്ള സർക്കാരിൻ്റെ നയം തുടങ്ങിയ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഇൻ ദി കൺട്രി, സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ് ആൻഡ് പോളിസീസ് ടുവേർഡ്സ് ബിസിനസ് വിൽ അഫക്റ്റ് ബിസിനസ് ആക്ടിവിറ്റീസ്. സർക്കാരിൻ്റെ മനോഭാവം എന്താണ്, വ്യാപാരത്തിനോടുള്ള മനോഭാവം എന്താണ്, അത് വ്യാപാരത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വ്യാപാര സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് സർക്കാരിന് ഉള്ളതെങ്കിൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉള്ളതെങ്കിൽ, ആ നിലയിൽ വ്യാപാര സ്ഥാപനം മെച്ചപ്പെടുന്നതായിരിക്കും. വ്യാപാര സ്ഥാപനങ്ങൾ പുതുതായി രൂപീകരിക്കുകയും അവ മെച്ചപ്പെടുകയും ചെയ്യും. സോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അഫക്റ്റ് ദി ബിസിനസ്. നെക്സ്റ്റ്, നമ്പർ 5, legal environment.
നിയമപരമായ പരിതസ്ഥിതി അഥവാ ലീഗൽ എൻവയോൺമെൻറ്റ്. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ നിർമ്മിക്കുന്ന നിയമങ്ങൾ, കോടതി വിധികൾ ഒക്കെ വ്യാപാരത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട നിയമപരമായ പരിതസ്ഥിതി ഘടകങ്ങളാണ്. ലീഗൽ എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു ദി വേരിയസ് ആക്ട്സ് ആൻഡ് ദി കോർട്ട് ഡിസിഷൻസ് വിച്ച് ബിസിനസ് ഓർഗനൈസേഷൻസ്. ഇതൊക്കെ വ്യാപാരത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി നമുക്ക് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ചാർട്ട് പരിചയപ്പെടാം. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്. ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ വരച്ചു വെക്കുന്നതും വ്യക്തതയ്ക്ക് വേണ്ടി നല്ലതാണ്. ഇനി ഈ അധ്യായത്തിൽ ആകെ പഠിക്കാൻ ബാക്കി വരുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ മാത്രമാണ്. ശ്രദ്ധിക്കുക. ലിബറലൈസേഷൻ, വൽക്കരണം എന്നാണ് മലയാളത്തിൽ പറയുക. ലിബറലൈസേഷൻ മീൻസ് എ ഷിഫ്റ്റ് ഫ്രം കൺട്രോൾഡ് എക്കണോമി ടു എ ലിബറലൈസ്ഡ് എക്കണോമി. ഇറ്റ് ഇൻക്ലൂഡ്സ് liberalization in industrial policy, liberalization in the fiscal policy, liberalization in monetary policy, etc. സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണം എന്നതിൻ്റെ അർത്ഥം. ലൈസൻസ്, പെർമിറ്റ്, ക്വാട്ട സമ്പ്രദായം, കൺട്രോൾ എന്നിവയൊക്കെ അടങ്ങിയ പഴയ സാമ്പത്തിക നയം സ്വകാര്യ സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുന്നു. അത്തരം നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുക എന്നതാണ് ഉദാരവൽക്കരണത്തിൻ്റെ അടിസ്ഥാനം. ഉദാരവൽക്കരണം, ലൈസൻസ്, പെർമിറ്റ്, ക്വാട്ട ഇവയ്ക്ക് വിരാമമിടുന്നു. ഉദാരവൽക്കരണം ഇന്ത്യൻ വ്യവസായത്തിനും ബിസിനസ്സിനും ധാരാളം ഗുണങ്ങൾ ഉണ്ടാക്കുന്നു. അപൂർവം വ്യവസായങ്ങൾക്കൊഴികെ ഏതാണ്ട് എല്ലാ വ്യവസായങ്ങൾക്കും ലൈസൻസിങ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഗുണപ്രദമാണ്. ബിസിനസ് പ്രവർത്തനങ്ങളുടെ തോത് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നീക്കത്തിന് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. ഇങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷമാണ് ലിബറലൈസേഷൻ സംജാതമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ലിബറലൈസേഷൻ മീൻസ് എ ഷിഫ്റ്റ് ഫ്രം കൺട്രോൾഡ് എക്കണോമി ടു എ ലിബറലൈസ്ഡ് എക്കണോമി. നിയന്ത്രിതമായ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഉദാരവൽകൃതമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റത്തെയാണ് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. കൺട്രോൾഡ് എക്കണോമിയിൽ ഇൻഡസ്ട്രിയൽ പോളിസിയൊക്കെ ലിബറലൈസ് ചെയ്യപ്പെടുന്നില്ല, ഉദാരവൽക്കരിക്കുന്നില്ല. എന്നാൽ ലിബറലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയൽ പോളിസി, ഫിസ്ക്കൽ പോളിസി, ലിബറലൈസേഷൻ ഓഫ് മോണിറ്ററി പോളിസി ഒക്കെ സംജാതമാക്കുന്നു. ഒരു സർക്കാരിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതൊക്കെ ലഭിക്കുന്നതിനെ ഉദാരവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ ഒരു പരിധിവരെ എടുത്തു കളയുന്നു എന്നു തന്നെയാണ് അർത്ഥം. അപ്പോൾ ലിബറലൈസേഷൻ എന്താണ്? ലിബറലൈസേഷൻ മീൻസ് എ ഷിഫ്റ്റ് ഫ്രം കൺട്രോൾഡ് എക്കണോമി ടു എ ലിബറലൈസ്ഡ് എക്കണോമി. നെക്സ്റ്റ്,
Privatization. Privatization means transfer of ownership or management of a business enterprises from the public sector to the private sector. സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത അല്ലെങ്കിൽ മാനേജ്മെന്റ് പബ്ലിക് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് നാഷണലൈസേഷൻ. നാഷണലൈസേഷൻ്റെ ഒരു വിപരീതമാണ് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത, മാനേജ്മെന്റ് എന്നിവ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും മാനേജ്മെന്റിലും ആക്കുന്നതിനെയാണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ബാങ്കുകളുടെ ദേശസാൽക്കരണങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത്തരം ദേശസാൽക്കരണത്തിൻ്റെ അഥവാ നാഷണലൈസേഷൻ്റെ ഒരു വിപരീതമായിട്ടുള്ള അവസ്ഥയാണ് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. It also means the withdrawal of the state from a sector, either partially or fully, leaving it to the private sector. ഓരോ മേഖലകളിൽ നിന്ന് സർക്കാരിൻ്റെ നിയന്ത്രണം അഥവാ ഉടമസ്ഥത പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലേക്ക് ആക്കുന്ന സംവിധാനത്തെയാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ്, ഗ്ലോബലൈസേഷൻ. ശ്രദ്ധിക്കുക, ആഗോളവൽക്കരണം. ഗ്ലോബലൈസേഷൻ മീൻസ് integration of various economies of the world into a global economy. It means free movement of goods, capital and labor across the global economy. In short, globalization refers to selling goods and services worldwide and not just in the home market. ലോകത്തെ വിവിധ സമ്പദ് വ്യവസ്ഥകളെ സംയോജിപ്പിച്ച് ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഉദയത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ആഗോളവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിലുടനീളം ഉൽപ്പന്നങ്ങൾ, തൊഴിൽ, മൂലധനം എന്നിവയുടെ സ്വതന്ത്ര നീക്കം സാധ്യമാക്കുന്നു. അതായത് രാജ്യത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ സ്വതന്ത്രമായിട്ട് ലോകത്തെമ്പാടും ഉൽപ്പന്നങ്ങൾ, തൊഴിൽ, മൂലധനം എന്നിവ സഞ്ചാരയോഗ്യമാക്കുന്നു. ആഗോളവൽക്കരണം വിവിധ രാജ്യങ്ങൾക്കിടയിൽ പാരസ്പര്യവും അതേപോലെ തന്നെ ആശ്രിതത്വവും വർദ്ധിപ്പിക്കുന്നു. ആഗോളവൽക്കരണം നടപ്പാക്കപ്പെടുമ്പോൾ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റേണ്ടതും ആവശ്യമായി വരും ആണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഗ്ലോബലൈസേഷൻ has certain impacts. Emergence of foreign collaboration and joint ventures is the result of globalization. Increasing international flow of capital and technology is an indication of globalization. Emergence of multinational companies is a sign of globalization of ബിസിനസ്. നമ്മൾ ഈ അധ്യായത്തിൽ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ മനസ്സിലാക്കേണ്ട മുഴുവൻ ഭാഗവും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്? ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് 7 പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്.
ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് 5 പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഇത് മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും പബ്ലിക് എക്സാമിന് 8 മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ബെസ്റ്റ് വിഷസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മിത്രങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത് തന്നെ മറ്റൊരു അധ്യായത്തിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സുമായി ഉടനെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു.